ഹായ് ഫ്രണ്ട്സ്, ആരമം ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മൊക്കാര ഓർക്കിഡ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ്. നമ്മൾക്ക് ഒത്തിരി പേര് മൊക്കാര ഓർക്കിഡ്സ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻക്വയറീസ് വന്നതിൻ്റെ ഇതായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. കുറച്ച് കളേഴ്സ്, വളരെ കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ. ചില പ്ലാന്റ്സൊക്കെ 5-6 നമ്പേഴ്സ് ഇതൊക്കെ ഉള്ളൂ. അങ്ങനെ കുറച്ചൊരു 10-12 കളേഴ്സ് കൂടുതൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ. മൊക്കാര ഓർക്കിഡ്സ് ഞങ്ങളിവിടെ ഇങ്ങനെ തൂക്കിയാണ് ഇട്ടേക്കുന്നത്. കാരണം സെയിലിനുള്ളതായതുകൊണ്ട് ഇങ്ങനെ തൂക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്ലാന്റ്സ് നോക്കുവാണെങ്കിൽ ഞങ്ങൾ നേരത്തെ മേടിച്ച പ്ലാന്റ്സാണ്. അതിനകത്തൊക്കെ ഇഷ്ടംപോലെ റൂട്ട്സ് വന്ന് നിൽക്കുന്ന പ്ലാന്റ്സാണ് കുറച്ച് പ്ലാന്റ്സ്. പക്ഷേ ഇപ്പോൾ വന്ന പുതിയ സ്റ്റോക്ക് ആണെങ്കിൽ നമുക്കൊന്ന് സെയിൽ ചെയ്യാനായതുകൊണ്ട് അതിനകത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് റൂട്ടൊന്നുമില്ല. പക്ഷേ മൊക്കാര ഓർക്കിഡ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വേരായോ നമുക്ക് കിട്ടിയപ്പോഴത്തേക്ക് വേരില്ലായിരുന്നു, ഒരു പീസ് പോലും വേരില്ലായിരുന്നു ഒന്നും ടെൻഷൻ എടുക്കുക. കാരണം ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, കട്ടിങ്സുകളാണ്. മൊക്കാര ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയൊരു ഓർക്കിഡിൻ്റെ ടോപ്പ് കട്ട് ചെയ്യുക, സൈഡ് കട്ട് ചെയ്യുക, അങ്ങനത്തെ സംഭവമാണ് പുതിയ പുതിയ ഓർക്കിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത പീസാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ റൂട്ടില്ലെന്നുണ്ടെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങളിത് പോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിനകത്ത് നിന്നൊക്കെ കൂടുതൽ റൂട്ട്സ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ്. നമുക്ക് കൂടുതലും ഇപ്പം സ്റ്റോക്ക് വരുമ്പോഴേക്കും നമുക്ക് കൊടുക്കുമ്പോഴത്തേക്കും റൂട്ട്സ് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 2 ടൈപ്പ്. അപ്പോൾ നിങ്ങൾ ചില ഇത് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വേര് കിട്ടും, ചിലത് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും വേര് ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിലൊന്ന് വയ്ക്കുക. ഓർക്കിഡിൽ വേരൊട്ടും ഇല്ല എന്ന് പറഞ്ഞ് പരാതി പറയരുത്. കാരണം നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് നന്നായിട്ട് വേര് വരത്തുള്ളൂ. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടി വേര് വരുന്നെങ്കിൽ നമ്മൾ പോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വന്നോളൂ കേട്ടോ. അപ്പോൾ പിന്നെ പ്ലാന്റിൻ്റെ സൈസ്, ചില പ്ലാന്റ്സിൻ്റെ സൈസ് ചെറുതാണ്. ഇപ്പം ഈ പ്ലാന്റ് നോക്കുവാണെങ്കിൽ ആകെ ഈ സൈസേ ഉള്ളൂ. കണ്ടോ, ഈ സൈസേ ഉള്ളൂ പ്ലാന്റ്. ഇത് വന്നിട്ട് MK58 എന്നുള്ളൊരു പ്ലാന്റാണ്. അത് കോഡ് അനിക്കുൾ കസിൻ ഡിലൈറ്റ് എന്നുള്ള ഒരു പ്ലാന്റാണ്. അതേപോലെ ഇത് ബാംഗൂട്ടിയാൻ ഓറഞ്ച് യെല്ലോ അങ്ങനെ എന്തോ ഉള്ളതാണ്. പക്ഷെ അതേസമയം ഇത് നോക്കുവാണെങ്കിൽ പന്നി യെല്ലോ എന്നുള്ളൊരു വലിയ പ്ലാന്റാണ്. അപ്പോൾ അത് പല സൈസാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കണം. എൻ്റെ ചെറിയ കട്ടിങ് ആയി പോയി എന്ന് പറയല്ലേ. ഇത് നോറാബ്ലൂവിൻ്റെ കണ്ടോ പ്ലാന്റ് കണ്ടോ, ചെറിയ പ്ലാന്റാണ്, കുഞ്ഞി പ്ലാന്റാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് കട്ടിങ്സ് വരുന്നത്. അപ്പം നമുക്ക് വരുന്നതനുസരിച്ചല്ലേ തരാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പരാതി വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഓർഡർ ചെയ്യാവൂ. കയ്യിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് ചെറുതായിരുന്നു, വേരില്ലായിരുന്നു എന്ന് പറയരുത്. ഞങ്ങൾ അങ്ങനെ വിൽക്കുന്നതല്ല, പക്ഷേ കൂടുതലും ഇതേപോലത്തെ ഇത് തന്നെയാണ് നമുക്ക് വരാറ്. അപ്പോൾ നമുക്കതിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അതായത് MK59 പ്ലാന്റാണ്, ചെറിയ പ്ലാന്റാണ്. ഇതൊക്കെ അങ്ങനെ പല കോഡുകൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഫോട്ടോസ് കാണിക്കുന്നുണ്ട്, കളേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടുതലും നിങ്ങൾ പോട്ടിങ്ങിൻ്റെ ശ്രദ്ധിക്കേണ്ടത് വന്നിട്ട് കുറച്ച് കാര്യങ്ങളാണ്. കൂടുതലും ഇതുപോലെ മൺചട്ടികൾ വയ്ക്കുകയാണെങ്കിൽ നല്ലപോലെ വേരിറങ്ങുന്നതായിട്ടും നല്ല ഭംഗിക്ക് പ്ലാന്റ് വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഈ മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വരും. കാരണം എപ്പോഴും അതിനകത്തൊരു തണുപ്പുണ്ടാവേ. അപ്പോൾ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഈ ചട്ടിയിലാണ് ഇതിപ്പം ഞാനൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റിന് ഇങ്ങനെ ചട്ടിയിലും ചുമ്മാ ഒന്നിച്ച് വച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരു തണുപ്പ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് വച്ചേക്കുന്നത്. അപ്പോൾ അതേപോലെ ഇതുപോലെ മൺചട്ടികൾ വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തണുപ്പ് കാരണം പെട്ടെന്ന് സൈഡിൽ കൂടെയൊക്കെ റൂട്ട് നമുക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇപ്പം ഈ പോട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഓടിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പ്ലാന്റിനെ ഒരു പൈപ്പിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തി ഒരു പൊട്ടിൽ 2 or 1 ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റൂട്ട്സും കാര്യങ്ങളൊക്കെ വന്ന് പ്ലാന്റ് ഉഷാറാവുന്നത് കാണാം കേട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുമ്പോഴത്തേക്ക് പ്ലാന്റ് നല്ല ഡ്രൈ ആയിരിക്കും. കാരണം
സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ നനയ്ക്കാണ്ടായിരിക്കില്ല അയക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ പ്ലാന്റിന് വെള്ളം കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ എന്നാണോ കൈ കിട്ടുന്നത് അതുവരെ അതിന് വെള്ളം കിട്ടും. അപ്പം ലീഫിലൊക്കെ ഒരു ചുളുക്കും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്ലാന്റ് ഉടനെ തന്നെ കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വയ്ക്കുക കേട്ടോ. പ്ലാന്റ് ഒന്ന് ഫുള്ളായിട്ട് മുക്കി വെച്ചോളൂ. കുറച്ച് സാഫും കൂടെ കലക്കിയിട്ട് ഒന്ന് മുക്കി വെച്ചോളൂ. മുക്കി വെച്ചതിന് ശേഷം മാത്രമേ എന്നിട്ട് എടുത്ത് പുറത്തോട്ട് വെച്ചാൽ മതി. അതിന് ശേഷം നിങ്ങൾ പോട്ട് ചെയ്താൽ മതി. പോട്ട് ചെയ്യുമ്പോഴത്തേക്ക് കരിയും മീഡിയവും ഒക്കെ കുറേ ഉള്ള എന്താ പറയുക നമ്മുടെ ചകിരിയും കാര്യങ്ങളൊന്നും ഇടരുത്. അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പാടാവുക. പിന്നെ വെള്ളം കെട്ടി നിന്നിട്ട് നിങ്ങൾക്ക് പ്ലാന്റിൽ ആകെ ഒരു മോശക്കേടായിട്ട് വരും. എന്ന് വെച്ചാൽ ചകിരിയിൽ വെള്ളം നിന്ന് ചകിരി ആകെ ചീഞ്ഞ് തുടങ്ങുകയും ചെയ്യും. അപ്പോഴത്തേക്കും നിങ്ങളുടെ പ്ലാന്റിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണിക്കാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും മൊക്കാരയാണെങ്കിൽ ഓർക്കിഡാണെങ്കിൽ അധികം ചകിരി യൂസ് ചെയ്യണ്ട കേട്ടോ. ചകിരി നിങ്ങൾക്ക് നാര് ഇതിൻ്റെ മുകളിലായിട്ട് തണുപ്പിന് വേണ്ടിയിട്ട് വച്ചു കൊടുക്കാം. അല്ലാതെ ചകിരി കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻസ് ആവശ്യമുള്ളവർ മെസ്സേജ് ഇടുമ്പോഴത്തേക്ക് സ്പീഡ് പോസ്റ്റ് ആണോ നമ്മുടെ DTDC ആണോ വേണ്ടതെന്ന് പ്രത്യേകം മെസ്സേജ് ഇടുക. പിന്നെ പ്ലാന്റ് കിട്ടിയ ഉടനെ തന്നെ മാക്സിമം എല്ലാവരും കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ പ്ലാന്റ് കറക്റ്റായിട്ട് നിങ്ങൾ കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഡ്രൈ ആയിട്ടും ചീത്തയാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്ലാന്റ് കൈപ്പറ്റാൻ നോക്കണം കേട്ടോ. കൊറിയറിൽ നിന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാം. പിന്നെ എനിക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ മെസ്സേജ് ഇടാൻ പറയും. അഡ്രസ്സ് മെസ്സേജ് ഇടാൻ പറയും. അപ്പോൾ അഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും ഒറ്റ മെസ്സേജായിട്ട് ഫുൾ മെസ്സേജ് നിങ്ങൾക്ക് ഇപ്പോൾ DTDC ആണെങ്കിൽ DTDC ഏത് DTDC ആണ്, പിൻ നമ്പർ, ഫോൺ നമ്പർ എല്ലാം ഒറ്റ മെസ്സേജായിട്ട് മാക്സിമം ഇടുക. പല കാര്യങ്ങളും നിങ്ങൾ അഡ്രസ്സ് ഇടുമ്പം വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഉടനെ ആ സമയം ശ്രദ്ധിക്കില്ല. പിന്നെ അഡ്രസ്സ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആയിരിക്കും അതിനകത്ത് ചിലപ്പോൾ ഫോൺ നമ്പർ കാണില്ല, പിൻ നമ്പർ കാണില്ല. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട്. നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് DTDCക്ക് ആണെങ്കിലും സ്പീഡ് പോസ്റ്റിനാണെങ്കിലും ഒക്കെ നമുക്ക് അത്യാവശ്യം അതിൻ്റെ ഫോൺ നമ്പരും പിൻ നമ്പരും ഒക്കെയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനകത്ത് ഒരു മറന്നു പോവല്ലേ അത് തരുമ്പോഴത്തേക്കും. പിന്നെ നമ്മളത് പാക്ക് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അത് കിട്ടിയിട്ടില്ല എന്നാലോചിച്ച് നമ്മളത് വീണ്ടും ചോദിച്ച് ചിലപ്പോൾ ആ സമയം നിങ്ങൾ മെസ്സേജ് കാണില്ല. അപ്പം നമുക്ക് വീണ്ടും കൊറിയർ ഡിലേ ആവും, ചിലപ്പോൾ നെക്സ്റ്റ് ഡേയിലേക്ക് പോവും. അപ്പം അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. കുറച്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് കയ്യിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒരു പ്ലാന്റിൻ്റെ സൈസ്. ഇത് വന്ന് MK58 എന്നുള്ള കോഡാണ്. അനിക്കുൾ കാസിൻഡിലൈറ്റ് എന്നുള്ളതിൻ്റെ പ്ലാന്റ് സൈസാണ് കേട്ടോ. ചെറിയ പ്ലാന്റാണ്. ഇതാണ് ഒരു ആവറേജ് സൈസ് മിക്കവാറും മൊക്കാറയ്ക്ക് വരുന്നത് ഇതായിരിക്കും കേട്ടോ. ചിലതിൻ്റെ പ്ലാന്റിന് ചെറിയ സൈസായിരിക്കും, പക്ഷേ ഈ ഇലകൾ നോക്കുവാണെങ്കിൽ ഭയങ്കര അടുപ്പിച്ചുള്ള ലീഫായിരിക്കും. അത് ചെറിയ സൈസായിരിക്കും. ചിലത് നോക്കുവാണെങ്കിൽ ഈ ഇലകൾ തമ്മിലുള്ള ഇട ഭയങ്കര കൂടുതലായിരിക്കും. അത് കുറച്ച് വലിയ പ്ലാന്റ്സ് ആയിരിക്കും. അങ്ങനെയൊക്കെ പലതും പല സൈസിലാണ് നമുക്ക് വരുന്നത് കേട്ടോ. അടുത്ത ഒരു പ്ലാന്റ് നോറ ബ്ലൂ എന്നുള്ളതിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നോറ ബ്ലൂ ഇതിൻ്റെ പ്ലാന്റ് സൈസാണ് ഇത്. അതുകൊണ്ട് കുറച്ച് വലിയ പ്ലാന്റ് ആണ് നോറ ബ്ലൂ. നോറ ബ്ലൂവിൻ്റെ തന്നെ ചെറിയ പ്ലാന്റ് വരുന്നുണ്ട്. ഇതും നോറ ബ്ലൂ ആണ്. ഇത് ചെറിയ പ്ലാന്റ് ആണ്. അപ്പം പലതും പല സൈസാണ് കേട്ടോ. അടുത്ത ഈ പ്ലാന്റ് നോക്കണേ, കലിപ്സോ പിങ്ക് എന്നുള്ളതിൻ്റെ പ്ലാന്റ് ആണ്. അതിൻ്റെ ലീഫ് കണ്ടോ, കുറച്ച് തിന്നായിട്ടുള്ള ലീഫാണ്. ഇലകൾ തമ്മിലുള്ള അകലം കൂടിയാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ പ്ലാന്റ് സൈസാണ് ഇത്. അപ്പോൾ പ്ലാന്റ് സൈസ് കണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കളേഴ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി. അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൻ്റെ ലിസ്റ്റും എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൊക്കാരയുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് മെസ്സേജ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊക്കാര ഓർക്കിഡ്സൊക്കെ ഇഷ്ടമായവർക്കും കൂടെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.